സന്തോഷകരമായ ജീവിതത്തിന് നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കേണ്ടത് വളരെ പ്രധാനമാണ് എന്നതിൽ സംശയമില്ല. വിവാഹത്തിന് മുമ്പ് ഒരു വ്യക്തിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നതിന്റെ കാരണം ഇതാണ്. എന്നാൽ മിക്ക വിവാഹങ്ങളും പണവും സൗന്ദര്യവും ജോലിയുമെല്ലാം അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. പെണ്ണിന്റെ സ്വഭാവം അറിയാതെ നടത്തുന്ന വിവാഹങ്ങൾ വിവാഹമോചനത്തിൽ കലാശിക്കുന്നു. ഒരു സ്ത്രീക്ക് അവരുടെ ഗുണങ്ങൾ കൊണ്ട് ഏത് വീടും സ്വർഗമോ നരകമോ ആക്കാമെന്ന് പറയപ്പെടുന്നു. ഇതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചാൽ അതിൽ ഒരുപാട് സത്യമുണ്ട്. ഒരു പുരുഷന്റെ ഉറങ്ങിക്കിടക്കുന്ന ഭാഗ്യത്തെ പോലും ഉണർത്താൻ കഴിയുന്ന ഒരു സ്ത്രീയുടെ അത്തരം ഗുണങ്ങളെക്കുറിച്ച് ചാണക്യൻ പറയുന്ന ചില കാര്യങ്ങളിതാ. ശാന്തമായ മനസ്സുള്ള സ്ത്രീ ഒരു സാഹചര്യത്തിലും ദേഷ്യപ്പെടില്ലെന്ന് ചാണക്യ നീതിയിൽ പറയുന്നുണ്ട്. സ്ഥലത്തിനും സമയത്തിനും അനുസൃതമായി ചിന്തിച്ച് പ്രവർത്തിക്കാൻ അവർക്ക് കഴിയും. അത്തരമൊരു സ്ത്രീ തന്റെ ഭർത്താവിന്റെ ജീവിതം എളുപ്പമാക്കുന്നു. ശാന്ത സ്വഭാവമുള്ള സ്ത്രീ ഭാര്യയായി കടന്നു വന്നാൽ അവൾ വീട് മനോഹരമാക്കുകയും കുടുംബത്തിൽ ഐക്യവും സന്തോഷവും നിലനിർത്തുകയും ചെയ്യും. അങ്ങനെ ആ കുടുംബം വളരെ പെട്ടെന്ന് പുരോഗതി പ്രാപിക്കുന്നു. ശാന്ത സ്വഭാവവും പ്രസന്നതയും ഉള്ള സ്ത്രീകൾ വീട് മുഴുവൻ പോസിറ്റിവിറ്റി നിറക്കുന്നുവെന്ന് ചാണക്യൻ പറയുന്നു. സഹിഷ്ണുതയോടെ ജോലി ചെയ്യുന്ന ഒരാൾ ഏറ്റവും മോശം സാഹചര്യത്തിലും വളരെ ഉയർന്ന തലത്തിൽ ജോലി ചെയ്യുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ക്ഷമയുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ചാണക്യൻ ഉപദേശിക്കുന്നു. കാരണം ഒരു പുരുഷന്റെ കുടുംബം നടത്തിക്കൊണ്ടു പോകാനുള്ള പ്രധാന ഉത്തരവാദിത്വം അയാളുടെ ഭാര്യക്കാണ്. ചാണക്യ നീതി പ്രകാരം സഹിഷ്ണുതയുള്ള ഒരു സ്ത്രീ പ്രയാസകരമായ സമയങ്ങളെ സമാധാനത്തോടെ മറികടക്കുന്നു. അത്തരമൊരു ഭാര്യയുടെ പിന്തുണയും പ്രോത്സാഹനവും ഭർത്താവിനെ ഏത് പ്രയാസങ്ങളിൽ നിന്നും കരകയറ്റുകയും വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഒരു സ്ത്രീക്ക് ശരിയായ മൂല്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും വീട്ടിലൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടാക്കാൻ അനുവദിക്കില്ല. വലുപ്പ ചെറുപ്പം നോക്കാതെ എല്ലാവരെയും എങ്ങനെ സന്തോഷിപ്പിക്കണമെന്ന് അവർക്കറിയാം. അത്തരമൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിലൂടെ വഷളായ ബന്ധങ്ങൾ പോലും മെച്ചപ്പെടുവാൻ തുടങ്ങുന്നു. കുടുംബ ബന്ധങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം സ്നേഹമാണ്. എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നവളാണ് സ്ത്രീയെങ്കിൽ ആ വീട് എപ്പോഴും സന്തോഷത്താൽ അലയടിക്കും. വീട്ടിലെ മുതിർന്നവരെ ബഹുമാനിക്കുകയും ഇളയവരെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിലൂടെ ഭർത്താവിന്റെ ഭാഗ്യം പ്രകാശിപ്പിക്കുമെന്ന് ചാണക്യൻ പറയുന്നു. ഒരു മതവിശ്വാസിയായ സ്ത്രീക്ക് തന്റെ ഭർത്താവിന്റെ വിധി മാറ്റാനുള്ള കഴിവുണ്ട്. അവൾ എപ്പോഴും തന്റെ കുടുംബത്തെ അനീതിയിൽ നിന്നും സംരക്ഷിക്കുന്നു. അതിനാൽ ദൈവത്തിന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും വീട്ടിലെ ആളുകളിൽ നിലനിൽക്കും. അതുകൊണ്ടാണ് ദൈവത്തിൽ വിശ്വസിക്കുകയും മതം പിന്തുടരുകയും ചെയ്യുന്ന സ്ത്രീയെ മാത്രം വിവാഹം കഴിക്കാൻ ചാണക്യൻ ഉപദേശിക്കുന്നത്. അത്തരം സ്ത്രീകൾക്ക് നല്ലതും ചീത്തയും വേഗത്തിലും എളുപ്പത്തിലും തിരിച്ചറിയാൻ കഴിയും. കുടുംബാംഗങ്ങളും കുട്ടികളും തെറ്റായ ശീലങ്ങളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും അകന്നു നിൽക്കുകയും ചെയ്യുന്നുവെന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യന്റെ അഭിപ്രായത്തിൽ വിദ്യാസമ്പന്നയും സംസ്കാര സമ്പന്നയും സദ്ഗുണമുള്ളവളുമായ സ്ത്രീ പുരുഷന്റെ ജീവിതത്തിലേക്ക് ഭാര്യയായി വന്നാൽ അവൾ എല്ലാ സാഹചര്യങ്ങളിലും കുടുംബത്തിന് സഹായമായി മാറുന്നു. ഇതുമൂലം കുടുംബാംഗങ്ങൾ പുരോഗതി പ്രാപിക്കുന്നു. അത്തരം സ്ത്രീകൾ വളരെയേറെ ആത്മവിശ്വാസമുള്ളവരായിരിക്കും. അവർ വലിയ തീരുമാനങ്ങൾ പോലും നിർഭയമായി എടുക്കുന്നുവെന്ന് ചാണക്യൻ പറയുന്നു. ഏറ്റവും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പോലും ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ജീവിക്കുന്ന കുടുംബത്തിൽ എപ്പോഴും ഐശ്വര്യമുണ്ടാകും. ആ വീട്ടിൽ എപ്പോഴും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകും. അത്തരം സ്ഥലങ്ങളിൽ ലക്ഷ്മി ദേവി എക്കാലവും നിലകൊള്ളുകയും ചെയ്യുന്നു. എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ബഹുമാനിക്കാത്ത, എപ്പോഴും വഴക്കുകൾ ഉണ്ടാക്കുന്ന വീട്ടിൽ സമ്പത്തിന്റെ ദേവത ഒരിക്കലും വസിക്കില്ല എന്ന് ചാണക്യൻ പറയുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി.